ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. നിയാമസ് ആണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെയും മാക്രോ എക്കണോമിക്സിലെയും ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ ചാപ്റ്ററിൽ നിന്നാണ്. അതായത് ഒരു ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ ഇതെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. സോ കൃത്യമായിട്ട് പഠിക്കുക, ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണൂ കേട്ടോ. സോ ആദ്യത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ്. അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് സെൻട്രലി പ്ലാൻഡ് എക്കോണമിയും മാർക്കറ്റ് എക്കോണമിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ സോഷ്യലിസ്റ്റ് എക്കോണമിയും ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയും എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? ക്യാപിറ്റലിസ്റ്റില് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഓൺ ചെയ്യുന്നതെങ്കിൽ സോഷ്യലിസ്റ്റിൽ ആരാണ്? ഗവൺമെന്റ് ആണ് ഓൺ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. ഇനി സോഷ്യലിസ്റ്റില് പ്ലാനിങ് മെക്കാനിസം ആണെങ്കിൽ ക്യാപിറ്റലിസത്തിൽ പ്രൈസ് മെക്കാനിസം ആണ്. ഇനി ഇവിടെ സോഷ്യൽ വെൽഫെയർ ആണെങ്കിൽ ഇപ്പുറത്ത് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ് ആണ്. ഫുൾ കൺട്രോൾ ആർക്ക് തന്നെയാണ്? സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റ് തന്നെയാണ്. ഇവിടെ എന്താണ്? പാർഷ്യൽ കൺട്രോൾ ആണുള്ളത്. സോ നമ്മൾ എല്ലാത്തിനെയും എക്സ്പ്ലനേഷൻ ഒന്നും നോക്കാൻ വേണ്ടി പോവില്ല, കാരണം ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നുണ്ട്, ആൻസേഴ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ 8 മാർക്കിന് ഇത് അടുത്തൊരു ചോദ്യമുണ്ട്. ഇത് ഏത് ചാപ്റ്റർ ആണ്? തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നുള്ളതാണ് കേട്ടോ. മിസ് സുധ വാണ്ട്സ് ടു കൺസ്യൂം ആപ്പിൾ ആൻഡ് ഓറഞ്ചസ്. ഹെർ ഇൻകം ഈസ് ₹400. ഇൻകം തന്നിട്ടുണ്ട്, 400 ആണ്. ഗുഡ് വണ്ണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 80 per kilo ആണ്. ഓറഞ്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 per kilogram ആണ്. ഇനി ഇതിന്റെ ബേസിസിലാണ് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 5 ചോദ്യത്തോളം ഉണ്ട്. നോക്കിക്കേ, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ഒരു പാടുമില്ല. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. എങ്ങനെ ഹൊറിസോണ്ടൽ കണ്ടുപിടിക്കുന്ന M/P1, വെർട്ടിക്കൽ എങ്ങനെ കണ്ടുപിടിക്കുന്ന M/P2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. അടുത്തത്, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? P1 x1 plus P2 x2 is equal to M എന്നാണല്ലോ, ഇൻകം എന്നാണല്ലോ. 80 x1 plus 50 x2 is equal to 400 എന്നാണ്. ഗുഡ് വണ്ണ് ഗുഡ് ടുവിൻ്റെ പ്രൈസ്, ഇൻകം. ഓക്കെ അല്ലേ? അടുത്തത് എന്താണ്? ഹൗ മച്ച് കിലോ ഓഫ് ആപ്പിൾ മിസ് സുധ ക്യാൻ കൺസ്യൂം ഇഫ് ഷീ സ്പെൻഡ് ദ ഹോൾ ഇൻകം ഓൺ ദറ്റ് ഗുഡ് അലോൺ. അപ്പോൾ എത്ര കിലോ ആപ്പിൾ വാങ്ങാൻ പറ്റും? അതായത് ഈ 400 രൂപ ആപ്പിൾ വാങ്ങിക്കാൻ മാത്രമായിട്ട് ചിലവാക്കിയാൽ എത്ര കിലോ ആപ്പിൾ വാങ്ങാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 400 / 80 ചെയ്താൽ മതി. എത്ര കിട്ടും? 5 കിലോ ആപ്പിളിന് കിട്ടും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ? ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താണ്? -P1/P2 -80/50. എത്ര കിട്ടും? 1.6 എന്ന് കിട്ടും ആൻസർ. അടുത്ത ചോദ്യം എന്താ മക്കളെ? ഡ്രോ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇൻ ദ സെയിം ഗ്രാഫ് ഇഫ് ഹർ ഇൻകം ഫോൾസ് ₹200 റിമൈനിങ് ദ സെയിം പ്രൈസ് ഓഫ് 2 ഗുഡ്സ്. അപ്പോൾ സുധയുടെ ഇൻകം 400 നിന്ന് 200 ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബഡ്ജറ്റ് ലൈൻ എങ്ങനെ ഉണ്ടാകും? പുതിയ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ഉണ്ടാകും. കണ്ടോ? സെയിം ഗ്രാഫിൽ വരയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നേരത്തെ വരച്ച ഗ്രാഫിൽ തന്നെ എന്ത് ചെയ്യണം? വരച്ച് വെക്കണം. ഓക്കെ, കണ്ടോ? നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും മാറും. കാരണം ആദ്യമേ നമ്മൾ 400 ആയിരുന്നു, ഇപ്പം എന്തായി? 200 ആയി. M/P1 200/80, M/P2 200/50 കിട്ടി. ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇന്റർസെപ്റ്റ് കിട്ടിയതിന് ശേഷം ഡയഗ്രാം വരച്ചാൽ മതി. അതും സെയിം ഡയഗ്രം തന്നെ വരയ്ക്കണം. നിങ്ങൾ നേരത്തെ വരച്ച ഡയഗ്രം ഇല്ലേ, അതിനകത്ത് തന്നെ വരയ്ക്കണം, സെപ്പറേറ്റ് വരയ്ക്കരുത്. കാരണം സെയിം ഗ്രാഫ് എന്ന് ക്വസ്റ്റൻ അത് പറഞ്ഞിട്ടുണ്ട്. What happens to the budget line if the price of apple rises to ₹100 but the income and price of orange are remaining constant? Draw the new budget line. അതായത് ആപ്പിളിന്റെ പൈസ 80 നിന്ന് എത്രയായി? 100 രൂപയായിട്ട് കൂടിയെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ ബാധിക്കുക? ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്, ആപ്പിളിന്റെ പൈസ മാത്രമേ കൂടുന്നുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നോക്കിക്കേ, കണ്ടോ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാത്രമാണ് മാറുന്നത്. 400/80 അല്ല, ഇപ്പോൾ 400/100 ആയി. 4 എന്ന് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. അടുത്ത ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഇവിടുന്ന് നമുക്ക് എപ്പോഴും ചോദിച്ച് കണ്ടിട്ട്, അല്ലെങ്കിൽ ടോപ്പായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട, ഷുവറായിട്ട് പഠിച്ചു വെക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് TC, TFC, TVC, SAC, SMC, AVC, AFC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. ഇത് അങ്ങനെ ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഡേറ്റ റിഗാർഡിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് എ ഫേം ഇസ് ഗിവൺ ബിലോ തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, TCയും TFCയും TVCയും AFCയും AVCയും SAC, SMCയും കണ്ടുപിടിക്കണം. നമുക്കറിയാം TCയും TFCയും തന്നെ TVC കണ്ടുപിടിക്കാനുള്ള ഫോർമുല TC - TFC ആണ്. 0 80 - 60 20 1 2 3 4 5 6 30 95. നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം, നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത് അല്ലേ? 95 - 60 95 - 60 35 105 - 60 45
125 മൈനസ് 65. ഞാൻ ദേ ഇവിടെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി AFCയുടെ ഫോർമുല എന്താ മക്കളെ? TFC/Q ആണ്. TFCനെ എന്ത് ചെയ്യുക? Q കൊണ്ട് ഡിവൈഡ് ചെയ്യുക. AVCയുടെ ഫോർമുലയോ TVC/Q ആണ്. SACയുടെ ഫോർമുല എന്താണ്? TCനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ AFC പ്ലസ് AVC എഴുതി വെക്കുക. SAC 2 ഫോർമുല ഉണ്ട്. TC/Q ചെയ്യാം, ഓർ AFC പ്ലസ് AVC ചെയ്താലും SAC നമുക്ക് കിട്ടും. SMC എന്താ? TCN മൈനസ് TCN-1, കാരണം ഇവിടെ 1 വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ മിസ്സിൻ്റെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വീണ്ടും സമയം കളയണ്ട അല്ലേ? ഇഷ്ടംപോലെ അറിയാവുന്ന ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഇക്വേഷൻസ് കാണാതെ പഠിച്ച് വെക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടാണ്, നമ്മൾ കണക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അടുത്ത ചാപ്റ്ററാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, തിയറി ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. 8 മാർക്കിനുള്ള ചോദ്യമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ചോദ്യം കണ്ടോ? 5 ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എഴുതുക. അതോടൊപ്പം തന്നെ ഗ്രാഫിക്കലി ഇല്ലസ്ട്രേറ്റ് ചെയ്യുക. ഷോർട്ട് റൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് റൺ എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരയ്ക്കേണ്ടത് ഷോർട്ട് റൺ ആണ്. ക്വസ്റ്റിനകത്ത് സ്പെസിഫിക്കലി ലോങ് റൺ എന്ന് പറഞ്ഞാൽ മാത്രം മക്കൾ എന്ത് ചെയ്താൽ മതി? ലോങ് റൺ വരച്ച് വെച്ചാൽ മതി കേട്ടോ. സോ നമ്മളോട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, അത് ഗ്രാഫിക്കലി ഇല്ലസ്ട്രേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ എന്താ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും യൂണിഫോം പ്രൈസിൽ ഫ്രീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കമ്മോഡിറ്റി വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെ, പൂർണ്ണകിട മത്സര കമ്പോളം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫീച്ചേഴ്സ് എന്താണ്? ഒരുപാട് ബയേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആണ്, പിന്നെന്താണ്? പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, അതോടൊപ്പം തന്നെ പെർഫെക്റ്റ് നോളജ്, ആ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ടാകും, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, കട നിർത്തി പോവാനും കട നിർത്തി വരാനുമുള്ള ഒരു അനുവാദമൊക്കെ അവർക്ക് എപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് കൺട്രോൾ, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഇവിടെ ഇല്ല. യൂണിഫോം പ്രൈസിൽ, മീൻസ് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കടയിലും ബിരിയാണിക്ക് സെയിം വിലയായിരിക്കും, സെയിം ടേസ്റ്റ്, ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ, സെയിം ടേസ്റ്റ്, സെയിം മണം, സെയിം രുചി, സെയിം നിറം ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. അടുത്തത് 3 കണ്ടീഷൻസ് പറയാം. എന്താ? P must be equal to MC. MC എന്ത് ചെയ്യണം? നോൺ ഡിക്രീസിങ് ആയിരിക്കണം. MC MRനെ താഴെ നിന്ന് വേണം കട്ട് ചെയ്യാനായിട്ട്. AVCയേക്കാൾ കൂടുതലോ AVCക്ക് തുല്യമോ ആയിരിക്കണം P പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ഡയഗ്രം കൂടെ വരച്ച് വെക്കുക. കണ്ടോ? P MCക്ക് ഈക്വലാവുന്ന പോയിന്റ് A ആണ്. MC താഴെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. MC എന്താണ്? ഇൻക്രീസിങ് പൊസിഷനിലാണ്. അതോടൊപ്പം തന്നെ AVCയേക്കാൾ കൂടുതലാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന A എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇവിടെ നിന്ന് നമുക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. എക്സ്പ്ലെയിൻ 2 മെത്തേഡ്സ് ദാറ്റ് ഗവൺമെന്റ് വാണ്ട്സ് ടു ഇന്റർവീൻ ഇൻ ദ മാർക്കറ്റ് ഫോർ ഫിക്സിംഗ് മാക്സിമം ആൻഡ് മിനിമം പ്രൈസ് ഓഫ് സർട്ടൻ കമ്മോഡിറ്റീസ്. ചിലതരം വസ്തുക്കളുടെ പരമാവധി വിലയും കുറഞ്ഞ വിലയും നിശ്ചയിക്കുന്നതിന് ഗവൺമെന്റ് കമ്പോളത്തിൽ ഇടപെടാനായി ഉപയോഗിക്കുന്ന 2 രീതികളെ വിശദീകരിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെട്ടിട്ട് ചില സമയത്ത് പ്രൈസ് കൂട്ടും, ചില സമയത്ത് പ്രൈസ് കുറയ്ക്കും. ഇത് എന്തൊക്കെയാണ്, ഇതിൻ്റെ പേരെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അങ്ങനെ പ്രൈസ് അപ്പർ ലിമിറ്റ് വെക്കുന്നതിന് പ്രൈസ് സീലിംഗ് ആർക്ക് വേണ്ടിയിട്ടാണ്? കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ്. സോ ദ ഗവൺമെന്റ് ഇമ്പോസ്ഡ് അപ്പർ ലിമിറ്റിനെയാണ് നമ്മൾ പ്രൈസ് സീലിംഗ് എന്ന് വിളിക്കുന്നത്. എപ്പോഴും പ്രൈസ് സീലിംഗിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും, താഴെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പ്രൈസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? എക്സസ് ഡിമാൻഡ് ആയിരിക്കും, ഡിമാൻഡ് കൂടും. അതായത് ഇപ്പോൾ ഗവൺമെന്റ് പഞ്ചസാരയ്ക്ക് 25 നിന്നും 15 രൂപയായിട്ട് കുറച്ചെന്നുണ്ടെങ്കിൽ റേഷൻ കടയിൽ തള്ളും പിടിയായിരിക്കും അല്ലേ? റേഷൻ കടകളിലൂടെയാണ് ഗവൺമെന്റ് ഇങ്ങനെ സബ്സിഡി കൊടുക്കുന്നത്, അല്ലെങ്കിൽ സപ്ലൈകോ പോലെയുള്ള ഗവൺമെന്റ് അധീനതയിലുള്ള എന്താ പറയുക കടകളിലൂടെ ആയിരിക്കും. സോ അതുകൊണ്ട് റേഷൻ കടയിലൊക്കെ ഇങ്ങനെ അടിപിടിയായിരിക്കും പൈസ കുറച്ച് കൊടുത്താൽ. കാരണം എന്താ? പൈസ കുറവാണ്, അപ്പോൾ നമ്മുടെ ഡിമാൻഡ് കൂടും. അങ്ങനെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി കിട്ടണമെന്നില്ല, അവിടെ ഒരു കണക്കുണ്ട്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ചെന്നിട്ട് എനിക്ക് 10 കിലോ പഞ്ചസാര വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിന് ഉള്ള പഞ്ചസാര നമുക്ക് കിട്ടുള്ളൂ അല്ലേ? അടുത്തത് എന്താണ്? പ്രൈസ് ഫ്ലോർ ആണ്. പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് ഫ്ലോർ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ചില സമയത്ത് ഫാമേഴ്സ് കൃഷി ചെയ്യുമ്പോൾ, ഇപ്പോൾ തേങ്ങ കൃഷി ചെയ്തു, തേങ്ങയ്ക്ക് അവർ പ്രതീക്ഷ വില കിട്ടുന്നില്ല, ഫാമേഴ്സ് എന്ത് ചെയ്യും? കടക്കണിയിലായിപ്പോവും. ഇങ്ങനെയുള്ള സമയങ്ങൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് തേങ്ങയ്ക്ക് എന്ത് ചെയ്യും? ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും, ഒരു ലോവർ ലിമിറ്റ് വെക്കും. ഇതിന് താഴേക്ക് വില കുറിച്ച് എന്ത് വിൽക്കാൻ പാടില്ല? തേങ്ങ വിൽക്കാൻ പാടില്ല എന്നൊരു സാധനം കൊണ്ടുവരും. അതിനാണ് പ്രൈസ് ഫ്ലോർ എന്ന് നമ്മൾ പറയുന്നത്. എപ്പോഴും പ്രൈസ് ഫ്ലോറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലായിരിക്കും. പ്രൈസ് കൂടുമ്പോൾ എന്തും കൂടും? എക്സസ് സപ്ലൈ ആയിരിക്കും ഉണ്ടാവുക. സപ്ലൈ കൂടുന്നതുകൊണ്ട്
എക്സൈസ് സപ്ലൈ. അതായത് ഇപ്പോൾ തേങ്ങയ്ക്ക് 25 രൂപയിൽ നിന്നും 55 രൂപയായിട്ട് ഗവൺമെന്റ് കൂട്ടി. 55 രൂപയാകുമ്പോൾ ചിലപ്പം എന്ത് ചെയ്യില്ല, കൺസ്യൂമേഴ്സ് വാങ്ങത്തില്ല. അപ്പോൾ ഒരുപാട് തേങ്ങ ഇങ്ങനെ അധികം വരും. ഈ അധികം വരുന്ന തേങ്ങയൊക്കെ ആരെടുക്കും? ഗവൺമെന്റ് എടുത്തോളും. വേറെ പ്രശ്നമൊന്നും അവർക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. അടുത്തത്, റൈറ്റ് എ നോട്ട് ഓൺ ദി എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ എമർജൻസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റി സൂചിപ്പിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്രാഷിനെ പറ്റി സൂചിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ ആ നമ്പേഴ്സ് കൃത്യമായിട്ട് എഴുതി വെക്കുക. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയിൽ നിന്ന് എത്രയായിട്ട് കൂടിയത്, എത്രയിലാ 3% to 25% ആണ്. അതോടൊപ്പം തന്നെ ഔട്ട്പുട്ട് കുറഞ്ഞത് 33% ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സൂചിപ്പിച്ച് വെക്കുക. ഒരാളുടെ പേരും അയാളുടെ ബുക്കും എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. ആരാണ് അയാൾ? JM കെയ്ൻസ്. ബുക്കിന്റെ പേര് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. എഴുതി വെച്ചേക്കണം കേട്ടോ. അടുത്തത് നമ്മുടെ നാഷണൽ ഇൻകം ആണ്. ആ ചാപ്റ്ററിന് 8 മാർക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്. എന്താണ്? എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കാനുള്ള രീതികൾ വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മെത്തേഡാണ്. വാല്യൂ ആഡഡ് മെത്തേഡ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, മെയിൻ ഇക്വേഷൻ ഇതാണ്. വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ. എങ്ങനെയാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അതായത് ഇപ്പോൾ ഒരു ചെരുപ്പ് കടയിൽ 200 ചെരുപ്പ് ഉണ്ടാക്കി. ഒരു ചെരുപ്പിന് 100 രൂപയാണെന്നുണ്ടെങ്കിൽ 200 ഇൻറ്റു 100 എത്ര കിട്ടും? 20,000 ആ കടയുടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്ത് ചെയ്താൽ മതി? പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. എത്രയാണ് ആ ചെരുപ്പിന്റെ വില, അതിനെ ആ എത്ര ചെരുപ്പ് ഉണ്ടാക്കി അതുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെരുപ്പ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ്, അതാണ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ. റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത കാര്യം. കാരണം ആലോചിച്ച് നോക്കിക്കേ, ഈ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ വാല്യൂ ആയിട്ട് നമ്മൾ ഓൾറെഡി നാഷണൽ ഇൻകത്തിൽ കൂട്ടിയിട്ടുണ്ടാകും. വീണ്ടും ഈ ചെരുപ്പുണ്ടാക്കുന്ന കമ്പനിയിൽ കൂടെ അത് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിനെ ഡബിൾ കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ആ ഡബിൾ കൗണ്ടിങ് അല്ലെങ്കിൽ രണ്ടാമത് കൗണ്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വാല്യൂഡ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? GDP is equal to സിഗ്മ n, I is equal to 1, GVAI എന്ന് കിട്ടും ആൻസർ. അടുത്തത് ഇൻകം മെത്തേഡാണ്. നമുക്കറിയാം, ലാൻഡിന് കിട്ടുന്ന റെന്റ്, ലേബറിന് കിട്ടുന്ന വേജസ്, ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഓണർപ്പെടുന്ന കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇവിടെ എന്ത് കിട്ടും? GDP കിട്ടും. അടുത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ടിൽ നിന്നും ഇൻപോർട്ട് കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ ഇൻകം കിട്ടും, GDP കിട്ടും. ഇനി അടുത്ത ചാപ്റ്റർ ആണ് നമ്മുടെ മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് RBI യൂസ് ചെയ്യുന്ന മോണിറ്ററി പോളിസീസിനാണ്. അതായത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI യൂസ് ചെയ്യുന്ന മോണിറ്ററി പോളിസീസ് എന്തൊക്കെയാണെന്ന്. അപ്പം നമ്മുടെ RBI എന്ത് ചെയ്യും? ഒരുപാട് മോണിറ്ററി പോളിസീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ സമയത്തും ഡീഫ്ലേഷൻ സമയത്തും ഒക്കെ. ആ മോണിറ്ററി പോളിസീസിനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ആദ്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവിൽ റെപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ലീഗൽ റിസർവ് റേഷ്യോ. ഈ ലീഗൽ റിസർവ് റേഷ്യോയിലാണ് CRRഉം SLRഉം വരുന്നത്. അപ്പോൾ റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ റീപർച്ചേസ് എഗ്രിമെൻ്റ് ആണ്. കാരണം അതെന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്ക് RBI കയ്യിൽ നിന്നും ഷോർട്ട് ടേം ചെറിയ എന്തെങ്കിലും ആവശ്യം വന്നു, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ RBIയിൽ നിന്നും കടം വാങ്ങും ചെറിയ പലിശ നിരക്കിന്, അല്ലേ? ഒരു 7 ദിവസമൊക്കെ ആയിരിക്കും റെപ്പോ പീരീഡ് എന്നൊക്കെ പറയുന്നത്. അതിനെയാണ് റെപ്പോ റേറ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ സർപ്ലസ് കുറച്ചധികം ഡെപ്പോസിറ്റ് ഉണ്ട്, ഇവരെന്ത് ചെയ്യും? RBIയിൽ വെക്കും. ആ RBIയിൽ വെക്കുന്ന പൈസയ്ക്ക് RBI തിരിച്ച് എന്ത് കൊടുക്കും? ഇവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൊടുക്കും. അതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റികൾ വിൽക്കുന്നതിനെയും വാങ്ങുന്നതിനെയുമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ഇൻജെക്ട്സ് മണി ഇൻ ടു ദ ബാങ്കിങ് സിസ്റ്റം, ഇൻക്രീസിങ് മണി സപ്ലൈ. ഇനി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ? അവിടെ മണി സപ്ലൈ കുറയാണെന്നാണ് അർത്ഥം. ഇനി ഇൻഫ്ലേഷൻ സമയത്ത് എന്ത് ചെയ്യും? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. അപ്പം ഇൻഫ്ലേഷൻ സമയത്ത് എന്താ ചെയ്യുന്നത്? സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അഖിലാമിച്ച് പഠിപ്പിച്ചൊരു കോഡാണല്ലേ ഡിബുക്ക് എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഡിബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മിസ് പറഞ്ഞ കോഡ്? എന്താണ്? ബൈ ചെയ്യാണ് ചെയ്യുക. ഡിഫ്ലേഷൻ സമയത്ത് ബൈ ചെയ്യായിരിക്കും ചെയ്യാം. അപ്പം CRRഉം SLRഉം എന്താണ്? CRR SLR ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതിന് ശേഷം ഈ ഒരു ഗ്രാഫ് വരച്ച് വെക്കാൻ പറ്റുമെങ്കിൽ നന്നാണ്. കാരണം ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഇത്ര ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത്. റെപ്പോ റേറ്റ്, CRR, SLR. ഇൻഫ്ലേഷൻ സമയത്ത് നോക്കിക്കേ കൂടുതലായിട്ടാണ് ഉള്ളത്. ഇനി ഡീഫ്ലേഷൻ സമയത്ത് എന്ത് ചെയ്യും? ഇതൊക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇൻഫ്ലേഷൻ സമയത്ത് സെല്ല് ചെയ്യുകയും ഡീഫ്ലേഷൻ സമയത്ത് ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് കൂടെ എഴുതി വെക്കണം കേട്ടോ. ക്വാളിറ്റേറ്റീവിനകത്ത് മാർജിൻ റിക്വയർമെന്റ്, മോറൽ സുവേഷൻ, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളും ആണ് വരുന്നത്. അടുത്ത ചാപ്റ്ററാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും കേട്ടോ. കൺസപ്ഷൻ ഫംഗ്ഷൻ ഇൻ എ 2 sector economy is given below. C is equal to 100 plus 0.8 y, I is equal to 250. Find equilibrium income. Equilibrium income ഫോർമുല എന്താണ്? Y star is equal to C bar plus I bar divided by 1 minus C. അപ്പോൾ ഇത് ഓട്ടോണമസ് കൺസപ്ഷൻ, ഇത് എന്ത് ചെയ്യാണ്? സ്മോൾ സി, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. സോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സി എന്ന് പറയുന്നത് ഓട്ടോണമസ് 100 ആണ്, ഐ എന്ന് പറയുന്നത് 150 ആഡ് ചെയ്യുക, ഇക്വേഷൻ കൊടുക്കുക, വെരി സിമ്പിൾ. രണ്ടാമത്തെ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് 70 കൂടിയാൽ പുതിയ ഇക്വിലിബ്രിയം ഇൻകം എത്രയായിരിക്കും? സോ 250 കൂടെ 70 കൂടെ ആഡ് ചെയ്യണം. എത്ര കിട്ടും? 320 കിട്ടും. എങ്കിൽ പുതിയ ഇക്വിലിബ്രിയം ഇൻകം നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം MPC 0.6 ആണെങ്കിൽ എന്തായിരിക്കും? ഇക്വേഷൻ അറിയാമെങ്കിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഒരിക്കലും മറന്നു പോകരുത്. അടുത്ത ചാപ്റ്റർ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കോണമി. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ട്. ബോറോയിങ്, ബഡ്ജറ്റ് ഡെഫിസിറ്റ്, റവന്യൂ റെസീപ്റ്റ്സ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ തന്നിട്ടുണ്ട്. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇക്വേഷൻ എന്താണ്? ബഡ്ജറ്റ് ഡെഫിസിറ്റിന്റെ കൂടെ ബോറോയിങ്സ് ആഡ് ചെയ്യുക. ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 60,000 ആണ്, ബോറോയിങ് 40,000 ആണ്. ആഡ് ചെയ്യുമ്പോൾ 1 lakh കിട്ടും. കിട്ടിയല്ലോ. അടുത്തത് റവന്യൂ ഡെഫിസിറ്റ് ആണ്. ഫോർമുല റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്നും റവന്യൂ റെസിപ്റ്റ്സ് മൈനസ് ചെയ്യുക, ആൻസർ 20,000 കിട്ടും. എല്ലാം ക്വസ്റ്റിനകത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ്, നേരത്തെ കണ്ടുപിടിച്ച ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെന്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. അടുത്ത ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ്. ഇവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഇസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? BOP എന്താണെന്ന്, BOPയിലുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. എന്താണ് BOP എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് സമ്മറി റെക്കോർഡ് ഓഫ് കൺട്രീസ് മോണിറ്ററി ട്രാൻസാക്ഷൻ വിത്ത് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഇൻ എ ഇയർ. അല്ലെങ്കിൽ പുറം രാജ്യങ്ങളുമായിട്ട് ഒരു രാജ്യം നടത്തുന്ന ട്രാൻസാക്ഷൻ, മോണിറ്ററി ട്രാൻസാക്ഷനാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ വിസിബിളും ഉണ്ട്, ഇൻവിസിബിളും ഉണ്ട്. അതായത് ഗുഡ്സും സർവീസസും. സർവീസ് കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തു, അത് ഇൻവിസിബിൾ അല്ലേ? അതിനെനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാനൊരു ഇങ്ങനെ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്തു സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ കഴിയില്ല. അതാണ് ഇൻവിസിബിൾ എന്ന് പറയുന്നത്. വിസിബിൾ ഗുഡ്സ് ആണ്. ഇനി BOPയിൽ എന്തൊക്കെയുണ്ട്? കറണ്ട് അക്കൗണ്ടും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. എന്നിട്ട് കറണ്ട് അക്കൗണ്ടിനെ പറ്റി ചെറുതായിട്ടൊരു നോട്ട് എഴുതി വെച്ചാൽ മതി, നല്ല മാർക്ക് കിട്ടും. ഒരു 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാൻ സാധ്യത ചോദ്യമാണ്. 8 മാർക്കിനും ചോദിക്കാൻ സാധ്യതയില്ല കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ടോപ്പ് 10 ക്വസ്റ്റ്യൻസിൽ മിസ് നിങ്ങളോട് പറയാനുള്ളത്. അടിപൊളിയായിട്ട് പഠിക്കുക. ഈ 10 ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ലൈവിലൊക്കെ വന്ന് ഉഷാറായിട്ട് ലൈവൊക്കെ കണ്ട് നല്ല മാർക്ക് വാങ്ങിക്കുക. All the best.